നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു ടാബ്ലറ്റ് പൊടിച്ചിട്ടാണോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ടാണോ കഴിക്കാറ്? അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ശരീരത്തിന് മോശമാണ് അല്ലെങ്കിൽ ഡേഞ്ചർ ആണെന്ന് എത്ര പേർക്കറിയാം? ഇന്ന് മാർക്കറ്റിൽ വ്യത്യസ്ത സൈസിലും ഷേപ്പിലുള്ള ടാബ്ലറ്റുകൾ അവൈലബിൾ ആണ്. അത് ശരിക്കും ഒരു സ്റ്റൈലിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അതെങ്ങനെ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എഫക്ട് ചെയ്യണം എന്നത് നിയന്ത്രിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എൻട്രിക് കോട്ടഡ് ടാബ്ലറ്റ്സ്. ഈ വക മരുന്നുകൾക്ക് പുറമെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഉണ്ടാകും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മരുന്നുകൾ നമ്മൾ കഴിച്ച ഉടനെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചിട്ട്, അതായത് കുടലിൽ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഡിസോൾവ് ആയി പോകും. അതുവഴി ആ മരുന്നിന്റെ എഫക്റ്റ് അങ്ങ് കുറയാൻ സാധ്യതയുണ്ട്. ഇത് തടയാനാണ് ചില മരുന്നുകൾക്ക് നമ്മൾ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങളത് പൊടിച്ചിട്ട് കഴിച്ചാലോ മരുന്നിന്റെ എഫക്റ്റ് ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് നിങ്ങളുടെ സ്റ്റൊമക്കിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഗ്യാസ് ട്രബിളിനൊക്കെ കൊടുക്കുന്ന പാൻഡോപ്രസോൾ, അതുപോലെ തന്നെ ആസ്പിരിൻ പോലുള്ള ടാബ്ലറ്റ്സ് ഒക്കെ എൻട്രിക് കോട്ടഡ് ആണ്. ബിറ്റർ ടേസ്റ്റിംഗ് ടാബ്ലറ്റ്സ്, അതായത് ചില മരുന്നുകൾക്ക് ഈ ഒരു കയപ്പ് ചൊവയായിരിക്കും. ഇത് തടയേണ്ടിയിട്ടാണ് നമ്മളൊരു കോട്ടിങ് കൊടുക്കുന്നത്. പക്ഷെ പൊടിച്ചു കഴിഞ്ഞാലോ സ്വാഭാവികമായിട്ടും കയപ്പുണ്ടാകും. എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള ക്ലാരിത്രോമൈസിൻ ഒക്കെ പറയാം. അടുത്തതാണ് സസ്റ്റൈൻഡ് റിലീസ്, എക്സ്റ്റൻഡഡ് റിലീസ് അല്ലെങ്കിൽ കൺട്രോൾഡ് റിലീസ് ടാബ്ലറ്റുകൾ. ഇങ്ങനെയുള്ള ടാബ്ലറ്റുകൾ ഡിസൈൻ ചെയ്തത് തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കുറച്ചായിട്ട് റിലീസ് ചെയ്യാനാണ്. അതായത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുഴുവൻ ഇതിന്റെ എഫക്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇത് നമ്മൾ പൊടിച്ചിട്ട് കഴിക്കുകയാണെങ്കിലോ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ആ മരുന്ന് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുവഴി ഓവർ ഡോസ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ബ്ലഡ് പ്രഷറിനൊക്കെ കുടിക്കുന്ന മെറ്റോപ്രലോൾ ER, അതുപോലെ തന്നെ വേദനയ്ക്ക് കുടിക്കുന്ന ഡൈക്ലോഫെനാക് SR ഒക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ടാബ്ലറ്റ് അങ്ങ് കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരിക്കലും ക്രഷ് ചെയ്യരുത്. നിങ്ങളുടെ ഡോക്ടറോടോ അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിനോടോ ചോദിച്ചിട്ട് അതിന്റെ ലിക്വിഡ് വേർഷനോ അല്ലെങ്കിൽ ഡിസ്പേഴ്സിബിൾ വേർഷനോ വാങ്ങി കഴിക്കുക. അതായത് അലിയിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന വേർഷൻ ഉണ്ടാവും, അതങ്ങ് വാങ്ങി കഴിക്കുക. ചിലപ്പോൾ നിങ്ങൾ ക്രഷ് ചെയ്യാത്ത മരുന്നായിരിക്കും ഏറ്റവും സേഫസ്റ്റ്.